ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന 23-കാരിയെ മുഖംമൂടി ധരിച്ചെത്തിയാൽ ആക്രമണത്തിനിരയാക്കിയത് കഴിഞ്ഞ ദിവസമാണ്. ക്രൂരമർദ്ദനത്തിനു ശേഷം പെൺകുട്ടിയുടെ മാലയും ഐഫോണും കവർന്നെടുത്ത് ഒരാൾ കടന്നു കളഞ്ഞിരുന്നു. റെയിൽവേ പാളം കടക്കവെയായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. ഇപ്പോഴിതാ കേസിൽ പ്രതി പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരം വരികയാണ്. പാലക്കാട് അഗളി സ്വദേശിയാണ് കളമശ്ശേരി പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. വിഷ്ണു പ്രകാശ് ഉണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, പ്രതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നത് എന്താണ്? അനുസര, കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഈ ഒരു ക്രൂരകൃത്യം നടക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച കളമശ്ശേരിയിലുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് താമസിക്കുന്ന ഇടത്തേക്ക് മടങ്ങുന്ന യുവതിയെ പിന്നിൽ നിന്നും എത്തി യുവാവ് ആക്രമിക്കുകയായിരുന്നു. റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ വെച്ചാണ് ഈ ഒരു സംഭവം നടന്നത്. പിന്നിലൂടെ എത്തിയ പ്രതി ഈ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് മുഖത്തേക്ക് തുണി ഇടുകയും തുടർന്ന് സമീപത്തുണ്ടായിരുന്ന ഒരു പില്ലറിൽ തലയിടിപ്പിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച് യുവതിയുടെ മാലയും അതുപോലെ തന്നെ കമ്മലും കവരുകയായിരുന്നു. ഒപ്പം ഫോണും കവർന്ന് രക്ഷപ്പെട്ടു. പിന്നീട് പുറകിൽ വന്ന മറ്റു ആളുകൾ ചേർന്നാണ് ഈ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്ന നിലയിലേക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്നുണ്ടായിരുന്ന അന്വേഷണത്തിലാണ് ഇന്നിപ്പോൾ പാലക്കാട് അഗളി സ്വദേശിയായിട്ടുള്ള പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം പാലക്കാട് എത്തിയാണ് ഈ ഒരു പോലീസ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് പ്രതിയെ. പ്രതിയുടെ മറ്റു പേര് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇനി തിരിച്ചറിയൽ പരേഡ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഈ പ്രതിയുടെ പേരും അടക്കമുള്ള കാര്യങ്ങൾ പുറത്ത് വിടുകയുള്ളൂ. ഈ പെൺകുട്ടിക്ക് സാരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ അടക്കം നൽകുകയായിരുന്നു. ഏതായാലും മറ്റു CCTVകളൊന്നും ഈ സംഭവം നടന്ന സ്ഥലത്തുണ്ടായിരുന്നില്ല. തുടർന്ന് ഈ പെൺകുട്ടി നൽകിയ ഒരു സൂചന, ഒരു 30 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവാണ്, ഒരു ബാഗ് ഇട്ട് വന്ന ഒരു യുവാവ് തന്നെ കുറച്ചു നേരമായി പിന്തുടരുന്നുണ്ടായിരുന്നു എന്നുള്ള മൊഴി ഈ യുവതി പോലീസിന് നൽകിയതോ. ഇത് പ്രകാരം നടത്തിയ ആ സമീപത്തുള്ള മറ്റുവിടങ്ങളിലുള്ള CCTV, പെൺകുട്ടി കടന്നു വന്ന വഴിയിലൂടെയുള്ള CCTV മറ്റും ശേഖരിച്ച് അങ്ങനെ നടത്തിയ അന്വേഷണത്തിലായിരുന്നു ഈ അന്വേഷണം മുൻപോട്ട് പോയിരുന്നത്. ഏതായാലും ഇന്നിപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നു. നാളെ രാവിലെ തന്നെ DCP മാധ്യമങ്ങളെ കാണും. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാധ്യമങ്ങളെ കാണും. ഈ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. അതോടൊപ്പം തന്നെ പെൺകുട്ടി ഈ പ്രതിയെ തിരിച്ചറിയേണ്ട നടപടിക്രമവും പൂർത്തിയാക്കേണ്ടതുണ്ട്.